ഹായ് ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഇവിടെ നല്ല തണുപ്പ്, അതുകൊണ്ട് എൻ്റെ സൗണ്ടൊക്കെ പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നൊരു സ്പെഷ്യലാണേ. ഞങ്ങൾക്കിന്നൊരു മീൻ കിട്ടി. ഇത് എല്ലാവർക്കും അറിയുന്ന പോലെ ഇതൊരു ഗ്രില്ല് ചെയ്യുന്ന ടൈപ്പ് മീനാണ്. നമ്മുടെ സീ ബാസ് അല്ലെങ്കിൽ ഇതിന് നമ്മൾ കാലാഞ്ചി എന്നൊക്കെ പറയും. ഇത് ഞാനൊരു സ്പെഷ്യൽ മസാല, എൻ്റെ തന്നെ മസാല കൂട്ടിയിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. സത്യത്തിൽ ഈ മസാല നമ്മുടെ കേരള സ്റ്റൈലാണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല കേട്ടോ, അതല്ല. എന്നാൽ അറബിക് സ്റ്റൈലാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഞാൻ നോർമലി നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടി നമ്മുടെ മിനായിൽ ഇങ്ങനെ ഫിഷ് ഗ്രില്ല് കഴിക്കാൻ പോയിട്ട് എനിക്ക് അവിടെ നിന്ന് ആ മസാലയിൽ നിന്ന് തോന്നിയൊരു മസാല ഞാനായിട്ട് തന്നെ ആക്കിയിട്ട് ചെയ്ത് നോക്കിയതാണ്. കുറേ തവണ പരീക്ഷിച്ച് നോക്കി സക്സസ് ആയതാണ്. വേറെ ഒന്നുമില്ല, സിമ്പിൾ മസാലയാണ് ഇത്. തക്കാളി നന്നായിട്ടൊരു 2 തക്കാളി നന്നായിട്ട് നമ്മുടെ മീനിൻ്റെ വലിപ്പം അനുസരിച്ച് തക്കാളി നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം അതിനകത്ത് പുളി, പിന്നെ ഞാൻ പുളിയുടെ കൂടെ അരച്ചേക്കുന്ന ഉള്ളിയാണ് കേട്ടോ. പിന്നൊന്നുമില്ല, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി ഇതിനകത്ത് യൂസ് ചെയ്യത്തില്ല, വെളുത്തുള്ളി, എന്നിട്ട് മുളക് പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീനിനകത്ത് നമുക്ക് നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും മസാല തേച്ചിട്ട് നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ഞാനിത് എടുക്കുന്നത്. മസാല നന്നായിട്ട് അകത്തും പുറത്തും ഒക്കെ ഞാൻ മീൻ വാങ്ങിയപ്പോഴെങ്ങനെ ഗ്രില്ല് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് വാങ്ങാൻ പറ്റും. നമുക്ക് ഫിഷ് മാർക്കറ്റിൽ ഗ്രില്ല് ചെയ്യുന്ന മസാലയുടെ ആ ടേസ്റ്റൊന്നും വരില്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമ്മുടെ എയർ ഫ്രയറിൽ ഒരു 20 മിനിറ്റ്, ഒരു 180 ഡിഗ്രിയിൽ 20-25 മിനിറ്റ്സ് വെച്ചാൽ മതി. നമുക്ക് എൻ്റെ എയർ ഫ്രയറിൽ എനിക്ക് സ്ഥലം ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് വെച്ചത്. അപ്പോൾ നിങ്ങൾക്കത് എടുത്തൊന്ന് തിരിച്ചൊക്കെ ഇടയ്ക്ക് വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലത്. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഫിഷ് ഗ്രില്ലായിട്ട് ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല പുളിയും എരിയൊക്കെ ഉള്ളൊരു മസാലയിൽ ഭയങ്കര ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ.